കപ്പലിൽ അപകടകരമായ വസ്തുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡച്ച് കമ്പനി രക്ഷാപ്രവർത്തനത്തിനായി വരുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നു. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്യാംകുമാർ. ഈ ഡച്ച് കപ്പൽ എപ്പോൾ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഡച്ച് കമ്പനിയുടെ പ്രതിനിധികൾ ലോകത്ത് തന്നെ ഏറ്റവും വലിയ കടലപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ശേഷിയുള്ള കമ്പനിയാണ് സ്മിത്ത് സാൽവേജ്. അവരുടെ പ്രതിനിധികളാണ് ഈ അപകടം നടന്ന ചരക്ക് കപ്പലിനടുത്തേക്ക് എത്തുന്നത്. നേരത്തെ നേവി അല്പസമയം മുമ്പ് നൽകിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് സമർത്ഥ് എന്ന കപ്പലിൽ ഈ വിദഗ്ധരുമായിട്ടുള്ള സംഘം അങ്ങോട്ട് പുറപ്പെടും എന്നുള്ളതാണ്. കടൽ ജലവുമായി രാസവസ്തുക്കളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും കലരാതിരിക്കാനും കടൽ മലിനീകരണപ്പെടാതിരിക്കാനുമാണ് ഈ സംഘത്തെ ഉപയോഗപ്പെടുത്തുന്നത്. നേരത്തെ കസ്റ്റംസ് ശേഖരിച്ച വിവരങ്ങൾ പ്രകാരം വലിയ രീതിയിലുള്ള അപകടകരമായ വസ്തുക്കൾ, അത് സമുദ്രത്തിൻ്റെ പാരിസ്ഥിതിക ഘടനയെ പൂർണ്ണമായും തകർക്കുന്ന രീതിയിലുള്ള രാസവസ്തുക്കൾ ഈ കപ്പലിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. അത് കസ്റ്റംസിന് ലഭിച്ച കാർഗോ മാനിഫെസ്റ്റിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. ആ വിവരങ്ങളായിരുന്നു 24 നേരത്തെ ബി ദിലീപ് കുമാർ അടക്കം റിപ്പോർട്ട് ചെയ്തത്. അതീവ അപകടകാരിയായ 140 കണ്ടെയ്നറുകൾ ഈ കപ്പലിലുണ്ട് എന്നുള്ളതാണ് കാർഗോ മാനിഫെസ്റ്റിൽ നിന്ന് കസ്റ്റംസിന് ലഭിച്ചിരുന്ന ഏറ്റവും വലിയ വിവരം. അതിൽ 20 കണ്ടെയ്നറുകളിൽ 1.83 ലക്ഷം കിലോ ബൈപെറിഡിലിയം കീടനാശിനി ഉണ്ട് എന്നുള്ളതാണ്. ഇത് കത്തുന്ന കപ്പലിൽ നിന്ന് കടലിലേക്ക് കടന്നാൽ അത് കടലിലെ മത്സ്യസമ്പത്തിനെ അടക്കം വലിയ രീതിയിൽ ഗുരുതരമായി ബാധിക്കും. അതിൻ്റെ പ്രത്യാഘാതം ഏത് തീരം വരെ ഉണ്ടാകുമെന്നുള്ളതുൾപ്പെടെ പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിദഗ്ധരെ ഉൾപ്പെടെ എത്തിക്കുന്നത്. പക്ഷേ കത്തുന്ന ഈ കപ്പലിനടുത്തേക്ക് എത്താൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന മറ്റ് കപ്പലുകൾക്ക് പോലും സാധിക്കുന്നില്ല എന്നാണ് കോസ്റ്റ് ഗാർഡ് വൃത്തങ്ങൾ ഇന്ന് രാവിലെ വ്യക്തമാക്കിയത്. കാരണം അതീവമായ അന്തരീക്ഷ താപനില ഉയർന്നു നിൽക്കുന്നു. കത്തുന്ന ചൂട് ആ കപ്പലുകൾക്ക് അങ്ങോട്ട് അടുക്കാൻ സാധിക്കുന്നില്ല. വലിയ ദൂരത്തിൽ നിന്നാണ് ഈ കപ്പലിലേക്ക് വെള്ളം അടിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിനു പുറമെ പെയിന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, രാസവസ്തുക്കൾ, കീടനാശിനികൾ എന്നിവ വലിയ അളവിൽ ഈ കണ്ടെയ്നറിൽ സംഭരിച്ചിട്ടുണ്ട്. അതിൽ 12 കണ്ടെയ്നറിൽ നാഫ്തലിൻ പോലെ തീയുടെ സാന്നിധ്യം ഉണ്ടായാൽ തന്നെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ്. വായു സമ്പർക്കം ഉണ്ടായാൽ തീ പിടിക്കുന്ന 4000 കിലോ വസ്തുക്കൾ കപ്പലിലുണ്ട് എന്നും ഈ കസ്റ്റംസ് വൃത്തങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വലിയ അപകട സാധ്യതയും പാരിസ്ഥിതിക നാശത്തിൻ്റെ സാധ്യതയുമാണ് കാട്ടുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ വിദഗ്ധരെ വളരെ വേഗത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങിൻ്റെ നിർദ്ദേശപ്രകാരം വിദേശത്ത് നിന്ന് തന്നെയുള്ള വിദഗ്ധരെ ഇങ്ങോട്ട് എത്തിക്കുന്നത്. അവരാണ് അല്പസമയത്തിനകം അങ്ങോട്ട് പുറപ്പെടാൻ തയ്യാറായിരിക്കുന്നത്. ഏതായാലും വലിയ പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് SKN പുറത്തു വരുന്നത്. കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ രാസവസ്തുക്കൾ കടലിൽ കലരുന്നത് തടയാനെങ്കിലും സാധിക്കൂ എന്ന വിവരം കൂടി കസ്റ്റംസും ഉൾപ്പെടെയുള്ളവർ ശേഖരിച്ചിട്ടുണ്ട്. SKN. താങ്ക് യു ശ്യാംകുമാർ.